ഗൈസ് ഇത് കണ്ടില്ലേ, ദുബായിൽ മൊത്തം ഫോഗാണ്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണത്. ഇതിലും കൂടുതലായിരുന്നു ഒരു 10-15 മിനിറ്റ് മുമ്പൊക്കെ. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോഴും കൂടുതൽ ക്ലിയർ അല്ല. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് അത്ര തിക്നെസ് തോന്നില്ല ഫോഗിന്. പക്ഷേ നമ്മൾ നേരിട്ട് ഇത് കാണുമ്പോൾ നല്ല ഭയാനകമായ ഒരു ഫീലിംഗ് ആണ്. ഇത് എപ്പോഴും സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് വല്ലപ്പോഴൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെ ഫോഗൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ കുറച്ചൊരു പേടിയുണ്ട് മനസ്സിൽ. എന്ന് വെച്ച് നമ്മൾ ഓടിക്കാതിരിക്കൊന്നുമില്ല, നമ്മളാരാ മോൻ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് നല്ല ഫോഗിയാണ്, ഒരു രക്ഷയില്ല. ചുറ്റും ഫോഗിയോ ഫോഗി. ഇനി ഇവിടെ മാത്രമാണോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണോ, ഇതിലും രൂക്ഷമായിട്ടുള്ള സംഭവങ്ങളാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നിയാലും നോം അങ്ങോട്ട് പോവുകയാണ്. സോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ കൂടുതലും മൂവി റിവ്യൂസൊക്കെ ചെയ്യുന്നത് നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് ചെയ്തിട്ട് കുറേ നാളായി. എന്തായാലും ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു വ്ളോഗൊക്കെ ഇടാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഭയങ്കര ഫോഗി, നല്ല കട്ട മഞ്ഞിങ്ങനെ കൂടി നിൽക്കുന്നു. ബിൽഡിങ്ങുകളൊന്നും പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു ഭയാനകമായൊരു സിറ്റുവേഷൻ. പ്ലസ് ഓൾസോ ഒരു എന്താ പറയുക, വളരെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയല്ലേ ഇത്. ഭയാനകമായാലും നമുക്കിത് കാണുമ്പോൾ നല്ലൊരു ബ്യൂട്ടി ആയിട്ട് തോന്നും. പക്ഷേ നമ്മളിതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയാനകമായിട്ട് തോന്നും. ബിക്കോസ് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള വണ്ടികളൊക്കെ കാണാനുണ്ട്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ മുമ്പ് ഇറങ്ങിയവർക്കൊക്കെ നല്ല പണി കെട്ടി കാണണം വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അല്പം ലേറ്റായിട്ട് ഇറങ്ങി. എനിക്കറിയാം ഒരു നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല. ഫോഗിൽ ഭയങ്കര ഡേഞ്ചറസ് വണ്ടി ഓടിക്കാൻ. ഞാൻ അബുദാബിയിലൊക്കെ കുറേ ഇതുപോലെ ഫോഗി മോർണിംഗ്സിലൊക്കെ ഓടിച്ചിട്ടുള്ള എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് അബുദാബിയൊക്കെ പോകുമ്പോൾ നല്ല കട്ട പണി കിട്ടും. നമ്മൾ മുമ്പിലുള്ള ഒരു മീറ്റർ മുമ്പിലുള്ള വണ്ടികൾ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഈവൺ അവരുടെ ആ ലൈറ്റുകൾ വരെ കാണാൻ പറ്റില്ല. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അബുദാബിയിലൊക്കെ പോകുമ്പോൾ. ഇവിടെ പിന്നെ കുഴപ്പമില്ല, നമുക്കിപ്പോൾ കുറച്ച് ഇതുവരെ ഉള്ളൂ. പിന്നെ ബേസിക്കലി എന്തായാലും ഒരു ഡെയിലി വ്ളോഗ് ചെയ്യുന്നതിനിടയിൽ ഞാൻ വിചാരിച്ചു നമുക്ക് 2-3 സിനിമകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയും സംസാരിക്കാം. അപ്പോൾ പൊന്മാൻ, ആദ്യം തന്നെ നല്ല സിനിമയെ പറ്റി പറയാമല്ലോ. പൊന്മാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേസിൽ ജോസഫും പിന്നെ സജിൻ എന്നാണോ എൻ്റെ പേര്, എനിക്കറിയാം. പിന്നെ അതിൽ മോളില്ലേ, നല്ലൊരു മോള്, എന്തൊട്ട് ലിജോ മോൾ. അപ്പോൾ നല്ല ആക്ടിങ് ആട്ടോ അവരൊക്കെ. പക്ഷേ എക്സ്പ്രഷണൽ ആക്ടിങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബേസിൽ ജോസഫ് തന്നെ അത് പുള്ളി എന്താ പറയുക, ശരിക്കും പൊളിച്ചു. അടിപൊളി ഗംഭീരമായ ആക്ടിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞ അത്ര ഈ ഗംഭീരമായി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കാലിബറിന് വെച്ചിട്ട് ആ സിനിമയിൽ പുള്ളി നന്നായിട്ട് ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതിന് മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ചെയ്ത പോലെ ഗംഭീരമായിട്ടുള്ള ആക്ടിങ് ആണ് എന്നുള്ള ഞാൻ പറയുന്നത്. പുള്ളിയുടെ ലെവൽ വെച്ച് പുള്ളിയുടെ കാലിബർ വെച്ചിട്ട് അത് ഈ മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ അതുപോലെ ആയിരിക്കും. അപ്പോൾ അടിപൊളി സിനിമയായിരുന്നു. നല്ല ഡയറക്ഷൻ, എല്ലാ സീനുകളും. അത് പിന്നെ ഒരു റിയലിസ്റ്റിക് സ്റ്റോറീനെ ബേസ് ചെയ്തുള്ള സംഭവം എന്നൊക്കെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. എനിക്ക് അത്ര വലിയ വ്യക്തമായിട്ടുള്ള സംഭവം അറിയില്ലായിരുന്നു അതിനെ പറ്റിയിട്ട്. എന്തോ 4 യുവാക്കളോ അങ്ങനെ എന്തോ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ എന്തായിരുന്നു. എനിവേ, അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂവി വാസ് വെരി നൈസ്. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. ഒരു മെസ്സേജ് ഉണ്ട് അതിൽ. നിറയെ ഈ സ്വർണം, ഈ ഡൗറി കൊടുക്കലും പിടിക്കലും വാങ്ങലും, അതിൽ പെട്ടുപോകുന്ന ആൾക്കാരും, അത് പെണ്ണുങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല ആണുങ്ങളുടെ വീട്ടുകാരും ഈ ഡൗറി സംബന്ധമായിട്ടുള്ള അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്ന പലരും ഇതിൻ്റെ പുറകെ പെട്ടുപോകുന്നു. അവരുടെ ഒരു അവസ്ഥയൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. സ്വർണം, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഗോൾഡ്, ദ ഡെവിൾസ് ഓർണമെൻറ്റ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്, ഡെവിൾസ് ഓർണമെൻറ്റ്. അപ്പോൾ അത്
പൊന്മാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഞാനൊരു മൂവി റിവ്യൂ ആയിട്ട് ബിക്കോസ് ഇടണ്ടല്ല, എല്ലാവരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത്. അതുകൊണ്ടെങ്കിൽ ഞാൻ മാത്രമായിട്ട് ഇപ്പോൾ ഒരു റിവ്യൂ ഇട്ട് എൻ്റെ ഭയങ്കരമായിട്ടുള്ള സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങളൊന്നും ഇതിലിടണ്ട എന്നുള്ള രീതിയിലാണ് ഞാനതൊരു മൂവി ആയിട്ട് പറയാതിരുന്നത്, ഒരു റിവ്യൂ ആയിട്ട് പറയാതിരുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ OTT വന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലെ വേറെ ഒരു സിനിമ കണ്ടു, ത്രയം. എൻ്റെ മോനെ, അത് ഇപ്പം അടുത്ത് OTT ഇറങ്ങിയൊരു സിനിമയാണ് ത്രയം. ധ്യാൻ ശ്രീനിവാസൻ നമ്മളെ നമ്മളെ വയനാട്ടുകാരൻ പയ്യനുണ്ടല്ലോ, സണ്ണി വെയിൻ, ബ്രൂസ് വെയിൻ്റെ അമ്മായിയമ്മയുടെ മോൻ സണ്ണി വെയിനും പിന്നെ ആരാ, പിന്നെ അതിലങ്ങനെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, സണ്ണി വെയിനുണ്ട്, പിന്നെ അതിൽ അറിയപ്പെടുന്ന ആളുകളാരെയും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ബാക്കിയൊക്കെ ന്യൂ കമേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഈവൻ ഡയറക്ടർ ഒരു ന്യൂ കമറാന്ന് തോന്നുന്നു. ബിക്കോസ് ആ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ക്വെന്റിൻ ടെറന്റീനോയുടെ മെസ്സേജൊക്കെ അതിൽ ഒരു ഡയലോഗൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സിനിമ സിനിമ സ്കൂളിൽ പോയിട്ടല്ല പഠിച്ചത്, സിനിമ കണ്ടിട്ടാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു, നമ്മളെപ്പോലെ സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണല്ലോ, സോ അതൊരു സംഭവമായിരിക്കണം അല്ലേ. നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ഉണ്ടാക്കുമ്പോഴല്ലേ, സിനിമ ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ടാക്കുമ്പോൾ അവർ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ ക്വെന്റിൻ ടെറന്റീനോ പറഞ്ഞ പോലെ സിനിമ കണ്ടു വളർന്നിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ടെറന്റീനോ അതിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഈ പഹനും ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ സിനിമ ഞാൻ കണ്ടു തുടങ്ങി. ഫുള്ള് സസ്പെൻസാണ്. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സസ്പെൻസ് എന്ന് പറയില്ലേ, ആ ജാതി സസ്പെൻസാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക്, ഈ ഫ്ലാഷ് ബാക്കിൻ്റെ അപ്പനും അമ്മായപ്പനും അപ്പൂപ്പനൊക്കെ അടിക്കാന്ന് പറയില്ലേ, ആ ലെവല് ഫ്ലാഷ് ബാക്കാണ്. കാരണം ഒരു ഫ്ലാഷ് ബാക്ക് തന്നെ ഒരു 10 പ്രാവശ്യം കാണിക്കും. സ്ലോ മോഷനിലും കാണിക്കും, ഫാസ്റ്റായിട്ടും കാണിക്കും, സാധാരണ സ്പീഡിലും കാണിക്കും. എന്താണ് പുള്ളി വിചാരിച്ചാണ് ഇപ്പം നമ്മൾ ഓഡിയൻസ് പുള്ളിയുടെ അത്രയും ഒരു ഈ ക്രിസ്റ്റഫർ നോളനും റിഡ്ലി സ്കോട്ടും നമ്മളെ സ്റ്റീവൻ സ്പിൽബർഗൊക്കെ ഫിലിം ഉണ്ടാക്കുമ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കും. അവരാരും ഇന്റലക്ച്വൽ ലെവലിലേക്ക് കാണികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ എന്നൊരു പേടിയുണ്ടായിരിക്കുമല്ലോ. എല്ലാ കാണികളും അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം എന്നെ പോലുള്ള സാധാരണക്കാര് കാണുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ഇൻഡർസ്റ്റെല്ലറും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിന്റെ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും അതിന്റെ മിഡിലും എല്ലാം കൂടി പാച്ചപ്പ് ചെയ്ത് ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ഉരുളയായിട്ട് നമ്മളെ വായിലേക്ക് വിഴുങ്ങി തരാൻ വേറെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. സോ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി പോകുന്നത്, അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടല്ല. സോ അതുകൊണ്ട് ഡയറക്ടർമാർക്ക് ഭയങ്കര പേടിയുണ്ടായിരിക്കും ഈ സിനിമ കാണുമ്പോഴേ, സിനിമ എടുക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ പാവങ്ങൾ ഇവരെങ്ങനെ ഇത് മനസ്സിലാക്കും ഇതിന്റെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അതേപോലെ തന്നെ ഈ ഡയറക്ടറും പുള്ളിക്കത് തോന്നിക്കാണണം മനസ്സിൽ. അതുകൊണ്ട് ഒരു സീൻ തന്നെ 10-15 പ്രാവശ്യം നമുക്ക് റിവൈൻഡ് അടിച്ചിട്ടും ഫോർവേഡ് അടിച്ചിട്ടും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടും ഫാസ്റ്റ് റിവൈൻഡ് അടിച്ചിട്ടും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. സ്ലോ മോഷനിലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി കണ്ടോട്ടെ, അവൻ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളൊരു മനസ്ഥിതി അങ്ങനെ അത് തന്നെ. അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരുന്നതാണ്. ഒന്നും മാമനോടൊന്നും തോന്നരുത് എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10-200 പ്രാവശ്യം റിവൈൻഡും ഫോർവേഡൊക്കെ അടിച്ച് ഒരു സിനിമ കൂടെ കാട്ടി തന്നപ്പോൾ, എന്നിട്ട് അവസാനം കൊണ്ടുപോയി ഒരു എൻഡിങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഒന്നും മനസ്സിലാത്ത രീതിയിൽ. ഇനിയിപ്പോൾ അയാൾക്ക് തന്നെ അത് മനസ്സിലായോ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊണ്ടുപോയിട്ട് പുള്ളി ഒരു എൻഡിങ് അവിടെ കൊണ്ടുപോയി നിർത്തി. അതാണ് ത്രയം. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ
സണ്ണി വെയിൻ നല്ല മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു സിനിമ അഭിനയിച്ചത് ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ കണ്ടപ്പോൾ തന്നെ തോന്നി ഇതിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ പോലീസുകാരൊക്കെ ഒരുമാതിരി പൊട്ടന്മാരൊക്കെ പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ സാധാരണ കുറേ ഫിലിമിൽ ഇപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ത്രയം. നിങ്ങൾ കാണണ്ട. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റ് ഫോർവേഡും റിവൈൻഡൊക്കെ അടിച്ച് നിങ്ങളും വട്ടായി പോകും. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊന്മാനം കണ്ടത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പൊന്മാനം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയും സിനിമ എടുക്കാം, അങ്ങനെയും സിനിമ എടുക്കാം, രണ്ട് രീതിയിൽ സിനിമ എടുക്കാം. മലയാളത്തിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും പണി അറിയുന്ന പോലെ സിനിമ ചെയ്യാൻ പറ്റും. പണി അറിയാത്തവൻ എന്ത് ചെയ്താലും ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു സിനിമയുടെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ ഇന്ദിരാഗാന്ധിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ. കങ്കണ റണൌട്ട് ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, ആക്ടിങ് എല്ലാം കൂടി ചെയ്ത് ഒരു ബാലചന്ദ്ര മേനോനായ ഒരു സിനിമ, എമർജൻസി. സോ ബേസിക്കലി ഇതിലിപ്പോൾ കുറ്റമൊന്നും എനിക്ക് പറയാനില്ല. ബിക്കോസ് ഞാൻ കൊച്ചായിരിക്കുന്ന സമയത്താണ് ഈ ഇന്ദിരാഗാന്ധി വെടികൊണ്ട് മരിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലോ കൊണ്ടാണ് പഠിക്കുന്നത്. ആ സമയത്ത് നാട്ടിലെ ബദനിയിൽ പഠിക്കുക, കുന്നംകുളം. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നതും. അപ്പോൾ ഉടനെ എന്നോട് ആർക്കും ദേഷ്യം തോന്നരുത്, ഇതൊരു ഒരു പൊളിറ്റിക്കലായിട്ട് പറയില്ല. അന്നത്തെ ഒരു ചെറുപ്പകാലത്തിൻ്റെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആഹ്ലാദം തോന്നിയെന്ന് പറഞ്ഞാൽ 14 ദിവസം നമുക്ക് ഓഫ് കിട്ടും എന്ന് പറഞ്ഞാൽ. ഓഫായിരുന്നല്ലോ, പൊതു അവധിയായിരുന്നു. നമ്മൾ പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. പിന്നെ അപ്പോഴും എന്തോ അടിയന്തരാവസ്ഥ പോലെ എന്തൊക്കെയോ പ്രഖ്യാപിച്ചു എന്ന് തോന്നുന്നു. ബിക്കോസ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ വെടികൊണ്ട് മരിച്ച ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നല്ലോ. അപ്പം അന്ന് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര കോളിളക്കളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടികൾ തമ്മിൽ അടിയിലും പിടിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആസ് എ സ്റ്റുഡൻറ്റ് ആ സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 14 ദിവസം അവധി കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാതെ ഞാൻ ആ സമയത്ത് സന്തോഷിച്ചിട്ടുള്ള ഒരാളാണ് ചെറുപ്പത്തിലാട്ടോ. അത് ബുദ്ധി ഉറക്കാത്ത സമയമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഓർമ്മ, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഓർമ്മ. അല്ലാതെ എനിക്ക് അതിനെ പറ്റി വലിയ ഓർമ്മകളൊന്നുമില്ല. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ അവരെ സ്വന്തം ഭടന്മാരാണ് അവരെ വെടിവെച്ച് കൊന്നതെന്നുള്ളത് ഒരറിവുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അന്നെൻ്റെ മാമനുണ്ടായിരുന്നു. മാമനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഭടന്മാരൊക്കെ വെടിവെച്ച് കൊല്ലാൻ മാത്രം ഇവർക്ക് എന്താ പ്രൊട്ടക്ഷൻ ഒന്നുമില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ഭടന്മാരെന്ന് ഉദ്ദേശിച്ച് ഇവരെ സ്വന്തം പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണോ അല്ലേന്നൊന്നും എനിക്ക് ആ സമയത്ത് ഒരു എത്തും. എനിവേ, കമ്മിങ് ടു ദ മൂവി, കങ്കണ റണൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ട്രസ്. അവരെ പൊളിറ്റിക്കൽ ഇതെന്തോ ആയിക്കോട്ടെ, അവർ പറയുന്ന സംഭവങ്ങൾ എന്തോ ആയിക്കോട്ടെ, ബട്ട് ഐ ഫീൽ ദാറ്റ് ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. ഷീ ഈസ് എ ജെന്യുവൻ ആക്ട്രസ്. അവർക്ക് അഭിനയം അറിയാം. മറ്റുള്ള ഈ ബോളിവുഡിലെ വേസ്റ്റ് സംഭവങ്ങൾ പോലെയല്ല. അവർക്ക് പണി അറിയാം, എന്ന് പറയാൻ അഭിനയിക്കാൻ അറിയാം. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഷീ ഹാസ് ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു യുനോ ആ ഒരു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞൊരു ഫിഗർ എടുത്തിട്ട് അതിനൊരു എത്ര % അവർക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനത് തിയേറ്ററിൽ പോയി കണ്ടില്ല, ഞാൻ നെറ്റ്ഫ്ലിക്സിലുള്ള പ്ലാറ്റ്ഫോമിലാണ് കണ്ടത്. അപ്പോൾ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിനിമയുടെ കഥ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ, സംഭാഷണം, പല സ്ഥലത്തും അവർ ഒരു പാട്ടുകൾ കയറ്റി വിടുന്നുണ്ട്. ഒരു മറ്റേ ഈ രാജ്യസ്നേഹം ഉണർത്താനും നമ്മളെ ഉള്ളിലുള്ള എന്താ പറയുക ഒരു ഹിന്ദുസ്ഥാനിയെ വിളിച്ചുണർത്താനൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ജസ്റ്റ് ഫോർ യു ടു ഫീൽ ദാറ്റ് ആ രോമാഞ്ചം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് കയറ്റി വിടുന്നുണ്ട്. അത് കുറച്ച് വേണ്ടായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. അതില്ലെങ്കിലും ആ സംഭവം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കുറച്ച് റിയലിസ്റ്റിക് ഒരു ലെവലിൽ നമ്മൾ ഒരു ഹോളിവുഡിലൊരു ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് വൈസ് ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. ഞാൻ അവരെ സ്പീച്ചും ഇതൊന്നും വരെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. പക്ഷേ ഏകദേശം അവരെ ഒരു
അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കങ്കണ റണാവത്ത് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഐ ഷുഡ് അപ്രീഷിയേറ്റ് വാട്ട് ഷി ഹാസ് ഡൺ. ഷി ഹാസ് ഡൺ എ ഗുഡ് ജോബ് ഐ ഫീൽ. പിന്നെ ഇതിൻ്റെ ചുറ്റും നടക്കുന്ന കഥ, അത് എമർജൻസി, എങ്ങനെയാണ് അത് എമർജൻസിയിലേക്ക് എത്തിപ്പെടുന്നത്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഇതിൽ സഞ്ജയ് ഗാന്ധി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ റോള് ഇതിലുണ്ട്. അത് അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ മലയാളി പയ്യനാണെന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. അവൻ്റെ പേര് എന്തോ അവനിപ്പോൾ അടുത്ത് ഈ നമ്മളെ കുഞ്ചാക്കോ ബോബേട്ടൻ്റെ ദ ഓഫീസർ, ആ പോലീസ് സിനിമ ഇറങ്ങി, അതിൻ്റെ പേര് മറന്നു പോയി ഞാൻ. അതിൽ ആ വില്ലൻ കഥാപാത്രമായിട്ട് മെയിനായിട്ട് അഭിനയിക്കുന്ന പയ്യനാണ്. അതിലവൻ ഈ സിനിമയിൽ ഇവൻ സഞ്ജയ് ഗാന്ധിയായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു മലയാളിയാണ് അഭിനയിക്കുന്നത് പോലും നമുക്ക് ഈ സിനിമയിൽ കാണുമ്പോൾ തോന്നില്ല. അടിപൊളി ആയിട്ട് അവൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ വളരെ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് വാട്ട് ഹി ഹാസ് ഡൺ ഇൻ ദിസ്. ആൻഡ് ഇതൊക്കെയാണ് ശരിക്കും ടാലന്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ടാലൻസിനെ കണ്ടുപിടിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ ഇന്ത്യൻ സിനിമയുടെ ഒരു ബാധ്യത. മീൻസ് ദാറ്റ്സ് വാട്ട് ദേ ഷുഡ് ഡു. ഇങ്ങനത്തെ ഒക്കെ ഇയാളൊക്കെ എവിടെ എത്ര ആൾ ഉറങ്ങിക്കിടക്കായിരുന്നു, ഇവനൊന്നും പിടിച്ച് നല്ല റോള് കൊടുക്കാതെ എവിടെയായിരുന്നു ഇവനൊക്കെ? പാവം, എന്ത് നല്ല രീതിയിൽ അവൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അറിയോ. ഹാറ്റ്സ് ഓഫ് ടു ഹിം, വെരി വെൽ ഡൺ. അവൻ്റെ പേര് മറന്നുപോയി, ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം, വീഡിയോയിൽ മെൻഷൻ ചെയ്യാം എടുക്കും. പിന്നെ സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് ക്യാരക്ടർ സഞ്ജയ് ഗാന്ധി എന്നുള്ളത്. അതൊക്കെ വ്യക്തമായിട്ട് അവർ അന്ന് സമയത്ത് നടന്ന ഈ മറ്റേ എന്താ അതിന് പറയാ, നമ്മളെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എനിക്ക് പിന്നീട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, പല ചർച്ചകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സഞ്ജയ് ഗാന്ധി ഇങ്ങനെ ഈ ആൾക്കാരെ കൊണ്ടുപോയി ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരെ മീൻസ് അത് ചെയ്തു എന്നൊക്കെ അത് കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഈ സിനിമയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു BJP സെന്റിമെന്റ് എന്നുള്ള രീതിയിൽ ഇതിൽ മറ്റേ NDA സർക്കാർ ഫോം ചെയ്യുന്ന ഇതും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ വിഷൻ അല്ലെങ്കിൽ വ്യൂസ്, അത്രേ ഉള്ളൂ. ബട്ട് ഓവറോൾ ഈ സിനിമ ഒരു നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് ബോറടി ഉണ്ട്. കുറച്ച് അവരെ പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു തോന്നുന്നു, അവർക്കുള്ള ബഡ്ജറ്റൊക്കെ വെച്ചിട്ട്. ചിലപ്പോൾ നല്ല വല്ല പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നെങ്കിൽ മേ ബി ദേ കുഡ് ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ ഐ ഫീൽ. കുറച്ചും കൂടി ഒരു ഗ്ലാമറാക്കി ചെയ്യാമായിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ദ കൺസ്ട്രെയിൻസ് ഓഫ് ദ ബഡ്ജറ്റ് അവരിങ്ങനെ ഒരു രീതിയിൽ. എന്നാലും അങ്ങനെ ഒരു B ക്ലാസ് മൂവിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി അവർ എല്ലാ ടെക്നിക്കലി ഈവൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈവൻ കുറേ വാർ സീൻസും അതും ഇതൊക്കെ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ നൈസ് വാച്ച്. അങ്ങനെ ഭയങ്കര ബോറായിട്ടുള്ള മൂവിയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എ നൈസ് വാച്ച്. പിന്നെ ഇത് കണ്ടിരിക്കേണ്ട മൂവിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്, ബിക്കോസ് അത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് എന്താണ് ആ സമയത്ത് കാണാൻ, എന്താണ് സമയത്ത് ഉണ്ടായെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ജിജ്ഞാസ കൊണ്ട് മാത്രം ഞാനത് കണ്ടതാണ്. സോ ഗൈസ്, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.